നീ ആ വാക്ക് ഉപയോഗിച്ചത് ശരിയല്ല. വർഷങ്ങളായി എന്റെ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നത് രാജുവാണ്. ഇടയ്ക്കൊക്കെ അക്കൗണ്ട്സിന്റെ കാര്യങ്ങൾ ഞാനും ചെക്ക് ചെയ്യാറുണ്ട്. കണക്കുകളിൽ ചെറിയ പാകപ്പിഴവുകൾ യാദൃച്ഛികമായി സംഭവിച്ചേക്കാം. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആട്ടെ, നീ കണ്ടുപിടിച്ച മിസ്മാച്ചിങ്ങിൽ എത്ര രൂപയുടെ ക്രമക്കേടുകളാണുള്ളത്? കോടികൾ, ലക്ഷങ്ങൾ, അതോ ആയിരങ്ങളോ? ആയിരങ്ങൾ അല്ലേ? ഈ ആയിരങ്ങളുടെ ലാഭത്തിനായി നീ ചെലവാക്കിയ എനർജിയും സമയവും പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നീ ചെലവഴിച്ചിരുന്നെങ്കിൽ നിനക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാനായനെ. പ്രതാപ, കയ്യിൽ നിന്നും ചോർന്നു പോകുന്ന ആയിരങ്ങൾക്കും വിലയുണ്ട്. അത് വേണ്ട സമയത്ത് ചൂണ്ടിക്കാണിക്കാൻ ആളില്ലാതെ പോയാലേ അതേ ദ്വാരത്തിലൂടെ ലക്ഷങ്ങളും അതുപോലെ കോടികളും നഷ്ടമായെന്നിരിക്കും. എത്ര തന്നെ നീ നിന്റെ വിശ്വസ്തന് വേണ്ടി വാദിച്ചാലും നിന്റെ വിശ്വസ്തൻ ചെയ്തത് തെറ്റ് തന്നെയാ. തെറ്റ് ചൂണ്ടിക്കാണിച്ചത് ആരായാലും അവർ പ്രശംസ അറിയിക്കുന്നു. രാജുവിനെ എനിക്ക് നന്നായിട്ട് അറിയാൻ ചേച്ചി. രാജുവിന്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കാം. മിസ്റ്റേക്ക് ആർക്കും സംഭവിക്കാവുന്നതാണ്. അതിന് ഇത്രയും സംസാര വിഷയമാക്കേണ്ട കാര്യമുണ്ടോ? അപ്പോ രാജുവിനും മിസ്റ്റേക്ക് സംഭവിക്കുമെന്ന് നീ സമ്മതിക്കുന്നു അല്ലേ? എങ്കിലിനി അക്കൗണ്ട്സ് ദീപക് നോക്കട്ടെ, അതല്ലേ ശരി? രാജുവിനെ ഇവര് മനഃപൂർവ്വം പ്രശ്നത്തിലാക്കുക. ദീപക്കിന് മിസ്റ്റേക്ക് സംഭവിച്ചില്ലെന്ന് ചേച്ചിക്ക് ഉറപ്പാണോ? അക്കൗണ്ട്സ് മാത്രമല്ല രാജു കൈകാര്യം ചെയ്യുന്നത്. രാജു കൈകാര്യം ചെയ്യുന്ന എല്ലാ മേഖലയിലും ദീപക് അന്വേഷണം നടത്തിയതിന്റെ ഫലമായിട്ടാവും അക്കൗണ്ട്സിലെ ചെറിയ മിസ്റ്റേക്ക് ദീപക് കണ്ടുപിടിച്ചത്. ബാക്കിയുള്ള ഒരു കാര്യങ്ങളിലും മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ ദീപക്? ഇല്ല അമ്മാവ. രാജു, നീ ഇരിക്ക. വേണ്ട സാർ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ. ഏയ്, മോൾ അവിടെ ഇരിക്കുക. ദൈവം തമ്പുരാൻ വന്നാ പോലും ആഹാരത്തിന്റെ മുന്നിൽ നിന്ന് എണീക്കരുത്, മനസ്സിലായി? കഴിക്ക. ഇരിക്കെ. മാഡം, സാറ് പറഞ്ഞത് കേട്ടില്ലേ മാഡം? ആഹാരത്തിന്റെ മുന്നിൽ നിന്ന് എഴുന്നേക്കുന്നത് ദൈവം നിന്നെയാണ്. രിതിക മാഡത്തിനും അത് ബാധകം തന്നെയാ. മാഡം അവിടെ ഇരുന്ന് ആഹാരം മുഴുവൻ കഴിച്ചിട്ട് എഴുന്നേക്കാവൂ. ഇരിക്കും മോളെ. ശേഖരനോടെ ഒരു ഫോണിലാ, കുറച്ചു കഴിഞ്ഞ് കഴിച്ചോളാന്ന് പറഞ്ഞു. എങ്ങനെ പോകുന്നു അപ്പോ പഠിത്തമൊക്കെ? ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് എനിക്കാ വല്ലിച്ച. മാഡം, മോനെ ദീപക്കെ, ദേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അമ്മ നിനക്കായി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ, നിന്റെ ഫേവറേറ്റ് മഷ്റൂം. വാവ്, താങ്ക്സ് അമ്മേ.
മോനെ വെള്ളം കുടിക്കേ. മഷ്റൂം ഇഷ്ടാണെന്ന് വെച്ചേ ഇങ്ങനെ ആർത്തി കാണിക്കാതെ സാവകാശം കഴിക്ക്. അല്ല, എങ്ങനെയുണ്ട് അമ്മയുടെ കൈപുണ്യം? ഉഗ്രനായിട്ടുള്ളമ്മേ. പ്രതാപ, നീയും അല്പം മഷ്റൂം കഴിക്കേ. രാജു, പ്രോഗ്രാം ചാർട്ടിൽ മാറ്റങ്ങളൊന്നും ഇല്ല സർ, മാറ്റമൊന്നുമില്ല. പ്രതാപ, എന്താ ചേച്ചി? ഒരിടത്തേക്ക് പോകാനിറങ്ങിയപ്പോ പിന്നീന്ന് വിളിച്ചതിന് നീ എന്നോട് ക്ഷമിക്കണം. എന്താ ചേച്ചി ഇത്? ചേച്ചിയോട് എനിക്ക് അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ചേച്ചി കാര്യം പറയും. നിന്നോട് ക്ഷമ ചോദിക്കാനാ ഞാൻ നിന്നെ വിളിച്ചത്. ക്ഷമയോ? എന്തിന്? മഷ്റൂം കറിയിലെ എരിവ് കൂടിയത് എന്റെ കയ്യിൽ നിന്ന് സംഭവിച്ച ഒരു പിഴവാ. ചേച്ചിയെ നീ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ചേച്ചിക്ക് നന്നായിട്ടറിയാം. എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്താണല്ലോ എരിവുള്ള ആ കറി നീ നിശബ്ദനായിരുന്നു കഴിച്ചത്. ഓർക്കുമ്പോ തന്നെ എനിക്ക് വിഷമാവുന്നു. നീ എന്നോട് ക്ഷമിക്കണം. എന്താ ചേച്ചി ഇത്? ഇങ്ങനെ വലിയ വാക്കുകൾ എന്നോട് പറഞ്ഞു ചേച്ചി എന്നെ കൊച്ചാക്കരുത്.